Hi dear students, now we are in the last fifth module, and in this module we are going to discuss about two important topics, pointers and files. So this video we are going to discuss about the topic pointers. Okay, pointers. നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്തത് ആണ് pointers. Pointers means it is also a variable. It's a special variable or special variable ആണ്, and it stores the address of another variable. അതായത് നമ്മൾ യൂഷ്വലി വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇൻഡിജർ വാല്യൂ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ, ക്യാരക്ടർ വാല്യൂ ഓർ എനിത്തിങ് എൽസ് ഇല്ലേ. ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വേരിയബിൾ യൂസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഇൻറ്റ് എ ഈക്വൽ ടു 5. ഒരു എക്സാമ്പിൾ. ദാറ്റ് മീൻസ് എന്താ, എ എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ വേരിയബിളാണ് ആൻഡ് എ വാല്യൂ 5 ഈസ് അസൈൻ ടു ഇറ്റ്. ഓക്കെ, എ എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ വേരിയബിൾ, അതിനകത്തോട്ട് വാല്യൂ 5 നമ്മൾ അസൈൻ ചെയ്തു. ആക്ച്വലി എന്തായിരുന്നു വേരിയബിൾ എന്ന് പറയുന്നത്? വേരിയബിൾസ് ആർ ആക്ച്വലി മെമ്മറി ലൊക്കേഷൻസ് ദാറ്റ് വി ക്യാൻ യൂസ് ടു സ്റ്റോർ ദ വാല്യൂസ്. അതായത് മെമ്മറിയിലാണ് നമ്മൾ എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞ വാല്യൂ മെമ്മറിയിലാണ് പോയി സ്റ്റോർ ആവുന്നത്. അപ്പോൾ മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ മെമ്മറിക്ക് നമ്മൾ കൊടുക്കുന്ന അവരുടെ നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ 1000, 2000, 3000 എക്സെട്ര അങ്ങനെ സംതിങ് ആയിരിക്കും. അപ്പം നമുക്കത് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാനായിട്ട് അത്ര ഫ്രണ്ട്ലി അല്ല, യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് മെമ്മറി ലൊക്കേഷന് നമ്മൾ ഒരു ഈ പറഞ്ഞ ABC എന്നൊക്കെ പറഞ്ഞ വേരിയബിൾ ഇട്ട് കൊടുക്കുന്നത്. അതായത് ആക്ച്വലി മെമ്മറി ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്ന പേരാണ് ഈ പറഞ്ഞ വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ ഇൻറ്റ് എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഒരു മെമ്മറി ലൊക്കേഷനിലോട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 1000 എന്ന് പറഞ്ഞൊരു മെമ്മറി ലൊക്കേഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ 1000-ലായിരിക്കും ഈ 5 പോയി സ്റ്റോർ ചെയ്യുന്നത്. ആ 1000-ന് കൊടുക്കുന്നൊരു നെയിമാണ് എന്ത്, നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ നെയിം എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോയിൻ്റർ മീൻസ് ഇറ്റ്സ് എ സ്പെഷ്യൽ വേരിയബിൾ വിച്ച് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഈ എക്സാമ്പിളിനെ ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ ഇൻറ്റ് എ ഈക്വൽ ടു 5, ഈ എയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് 1000 ആണ്. അതായത് എവിടെയാണോ ഈ പറയുന്ന 5 എവിടെയാണോ പോയി സ്റ്റോർ ആവുന്നത്, ആ 1000 സ്റ്റോർ ചെയ്യുന്ന ആളെയാണ് നമ്മൾ പോയിൻ്റർ എന്ന് അല്ലെങ്കിൽ പോയിൻ്റർ വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സിന് സ്റ്റോർ ചെയ്യുന്ന വേരിയബിളാണ് പോയിൻ്റർ ഓർ പോയിൻ്റർ വേരിയബിൾ. സോ ഇൻ ദ ഗിവൻ എക്സാമ്പിൾ 1000 is the address of A and that address 1000 is stored in another variable. That another variable is called pointer. നമ്മൾ ഈ 1000 എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത് അതിനെ പോയിൻ്റർ എന്ന് പറയും. ഓക്കെ, സോ വൺസ് മോർ, പോയിൻ്റർ ഈസ് എ സ്പെഷ്യൽ വേരിയബിൾ വിച്ച് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ഇവിടെ 1000 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമ്മൾ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത്. ആ വേരിയബിളിനെ പോയിൻ്റർ എന്ന് പറയുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത്, നമ്മൾ ഈ ഫസ്റ്റ് വേരിയബിൾ പഠിച്ചപ്പോൾ ആദ്യം വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. അതുപോലെ പോയിൻ്റർ വേരിയബിളിനെ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? അപ്പോൾ ഒരു വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, ഇൻറ്റ് എ ഈക്വൽ ടു 5. ഇത് ഇനിഷ്യലൈസേഷനാണ്. ഇതിൻ്റെ ഡിക്ലറേഷൻ ആണെങ്കിൽ ഇൻറ്റ് എ എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, ഇതേപോലെ പോയിൻ്ററിൻ്റെ കേസാണെങ്കിലും, ഇപ്പോൾ പോയിൻ്ററിൽ സ്റ്റോർ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ വേരിയബിളിൻ്റെ അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റ് സ്റ്റാർ പി, ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം. നമ്മളിവിടെ എക്സാമ്പിളിൽ പി എന്ന് പറഞ്ഞു, ഇൻറ്റ് സ്റ്റാർ പി എന്ന് പറഞ്ഞ് കൊടുത്തു. ഇൻറ്റ് സ്റ്റാർ പി, അതായത് ഈ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. ആ വേരിയബിൾ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയതുകൊണ്ടാണ് ഇൻറ്റ് കൊടുത്തത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പിക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പോകുന്ന ഒരു ക്യാരക്ടർ വേരിയബിളിൻ്റെ അഡ്രസ്സ് ആണെങ്കിൽ ക്യാർ സ്റ്റാർ പി എന്ന് കൊടുത്തേനെ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിളിൻ്റെ അഡ്രസ്സ് ആണെങ്കിൽ ഫ്ലോട്ട് സ്റ്റാർ പി എന്ന് പറഞ്ഞ് കൊടുത്തേനെ. ഓക്കെ, അപ്പോൾ നമ്മുടെ നോർമൽ വേരിയബിളും ഈ പോയിൻ്റർ വേരിയബിളും തമ്മിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? നോർമൽ വേരിയബിൾ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ന് മാത്രം കൊടുത്തു, പോയിൻ്റർ വേരിയബിളിന് സ്റ്റാർ എന്ന് പറഞ്ഞ് കൊടുത്തു. ആ സ്റ്റാർ സിമ്പിളിന് പറയുന്ന പേരാണ് ആസ്റ്ററിസ്ക് സിമ്പിൾ. ആസ്റ്ററിസ്ക് സിമ്പിൾ. സോ ഒരു വേരിയബിൾ നോർമൽ വേരിയബിൾ ആണോ അതോ പോയിൻ്റർ വേരിയബിൾ ആണോ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണുന്നത് എങ്ങനെയായിരിക്കും? ഇതേപോലെ ആസ്റ്ററിസ്ക് സിമ്പിളും കൂടെ കൊടുക്കും. അതൊരു പോയിൻ്റർ വേരിയബിൾ ആണെങ്കിൽ ഇൻറ്റ് സ്റ്റാർ പി അല്ലെങ്കിൽ ഇൻറ്റ് സ്റ്റാർ എന്നോ ഇൻറ്റ് സ്റ്റാർ പോയിൻ്റർ എന്നോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അത് പോയിൻ്റർ വേരിയബിൾ ആണോ എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റാർ പിയും കൂടെ കൊടുക്കണം. കണ്ടോ, ഹിയർ the pointer in C language can be declared using the asterisk symbol int star p char star c.
അപ്പോൾ പിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പോയിൻ്റഡ് വേരിയബിളിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. ദെൻ സിയിൽ സ്റ്റോർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ വേരിയബിളിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പോയിൻ്റർ എന്താണ്? ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു. ആ പോയിൻ്ററിനെ നമ്മൾ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താ? സ്റ്റാർ ഫോളോഡ് ബൈ ദാറ്റ് പോയിൻ്റർ വേരിയബിൾ നെയിം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോർമലി ഇപ്പോൾ ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റ് എ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മളൊരു വാല്യൂ കൊടുക്കാം, a=5. അതുപോലെ പോയിൻ്റഡ് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലും പോയിൻ്റഡ് വേരിയബിളിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? അതിനൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക. ഈ പോയിൻ്റഡ് വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്രസ്സ്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു അസൈൻ അഡ്രസ് ടു ദ പോയിൻറ്റേഴ്സ്. പോയിൻറ്റേഴ്സിൽ എങ്ങനെയാണ് അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമേ നമുക്കൊരു പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, ഇൻറ്റ് സ്റ്റാർ പി. ഓക്കെ, ഇനി പിയിൽ നമ്മൾ എയുടെ അഡ്രസ്സാണ് ഇരിക്കുന്നത്. അപ്പോൾ p=a എന്ന് പറഞ്ഞാൽ എന്താ? a എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വാല്യൂ. ആ വാല്യൂ പിയിൽ പോയി സ്റ്റോർ ആവും. ഇല്ല, a=b എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലെ വാല്യൂ എയിൽ സ്റ്റോർ ആവും. അല്ലെങ്കിൽ c=a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ വാല്യൂ സിയിൽ സ്റ്റോർ ആവും. ഇനി നമുക്കിവിടെ സ്റ്റോർ ചെയ്യാനുള്ളത് അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. അഡ്രസ്സിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിളിൻ്റെ ആംപർസാൻഡ് സിമ്പിൾ. സോ ഇവിടെ പി എന്ന് പറഞ്ഞാൽ പോയിൻ്റർ വേരിയബിളാണ് ആൻഡ് ദാറ്റ് വേരിയബിൾ സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾ എ. അപ്പോൾ അഡ്രസ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന p=ampersand എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. p=ampersand. സോ പ്രോഗ്രാം നോക്കിക്കേ. കൺസിഡർ ദ എക്സാമ്പിൾ ഇൻറ്റ് സ്റ്റാർ പി എ. അതായത് ഒരു പോയിൻ്റർ വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു, ഒരു ഇൻറ്റിജർ വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ദെൻ a=5 എന്നൊരു വാല്യൂ കൊടുത്തു. ദെൻ p=ampersand ഓഫ് എ. ഹിയർ 5 ഈസ് അസൈൻ ടു ദ വേരിയബിൾ എ ആൻഡ് ദ അഡ്രസ് ഓഫ് ദ എ ഈസ് അസൈൻ ടു ദ പോയിൻ്റർ പി. ഇപ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് പോയിൻ്ററിനെ ഡിക്ലെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനകത്തോട്ട് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിപ്പം വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യാറുണ്ട്. ഇൻറ്റ് a=5 എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് ഡിക്ലറേഷൻ്റെ കൂടെ തന്നെ വാല്യൂ കൊടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഇനിഷ്യലൈസേഷൻ. അതുപോലെ പോയിൻ്റർ വേരിയബിളിൻ്റെ കേസിൽ നമുക്ക് പോയിൻ്റർ വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യാം. എന്ത് കൊടുത്താൽ മതി? ഇൻറ്റ് സ്റ്റാർ പി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് കൊടുത്താൽ മതി? ആംപർസാൻഡ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. മനസ്സിലായോ? ഈ സ്റ്റെപ്പിൽ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലൈസേഷനും ഡിക്ലറേഷനും ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ ഇൻറ്റ് സ്റ്റാർ പി ആംപർസാൻഡ് എ, ദാറ്റ് മീൻസ് ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾ എ ഈസ് സ്റ്റോർഡ് ഇൻ ടു ദ പോയിൻ്റർ വേരിയബിൾ പി. അപ്പോൾ എന്താണ് പോയിൻ്റർ വേരിയബിൾ? പോയിൻ്റർ വേരിയബിളിനെ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പോയിൻ്റർ വേരിയബിളിനകത്തോട്ട് വാല്യൂ അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. പോയിൻ്റർ വേരിയബിളിനകത്തോട്ട് എങ്ങനെയാണ് നമ്മൾ ഇനിഷ്യലൈസേഷൻ പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പോയിൻ്റർ കൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ പോയിൻ്ററിനകത്ത് ഇരിക്കുന്ന ഒരു അഡ്രസ്സാണ്, ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. ആ ഏത് വേരിയബിളിൻ്റെ അഡ്രസ്സാണോ പോയിൻ്ററിൽ ഇരിക്കുന്നത് ആ വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യണം ത്രൂ ദിസ് പോയിൻ്റർ. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമുക്കിപ്പം ഇൻറ്റ് a=5 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞ വാല്യൂ എയിൽ സ്റ്റോർ ആവുന്നുണ്ട്. ദാറ്റ് വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എങ്ങനെയായിരിക്കും നമ്മൾ വാല്യൂ പ്രിൻറ്റ് ആവുന്നത്? ഇപ്പോൾ ഇൻറ്റ് a=5 എന്നാണ് ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് നമ്മൾ %d, a എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ പി എന്ന് പറഞ്ഞൊരു പോയിൻ്റർ വേരിയബിൾ യൂസ് ചെയ്തു. അതിനകത്ത് ഈ വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദെൻ ആ പോയിൻ്റർ വഴി നമുക്ക് ഈ വാല്യൂവിനെ 5നെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ആക്ച്വലി പിയിൽ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ പി എന്ന് പറഞ്ഞ് മാത്രം നമ്മൾ ഇപ്പോൾ പി എന്ന് പറഞ്ഞൊരു പോയിൻ്റർ വേരിയബിളാണ്, ആ പിയിലിരിക്കുന്ന അഡ്രസ്സാണ്. ഇപ്പോൾ പി എന്ന് പറഞ്ഞ് മാത്രം നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ അഡ്രസ്സ് മാത്രമേ കിട്ടൂ. ആ അഡ്രസ്സിലിരിക്കുന്ന ആളുടെ വാല്യൂ, ആ അഡ്രസ്സിലിരിക്കുന്ന വേരിയബിളിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ സ്റ്റാർ പി എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. ഇനി എക്സാമ്പിൾ നോക്കിയേ. ഹൗ ടു ആക്സസ് ഡേറ്റ ത്രൂയിങ് പോയിൻറ്റേഴ്സ് ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് ദ തിങ് പോയിൻറ്റഡ് ബൈ ദ പോയിൻ്റർ. അതായത് പോയിൻ്റർ എന്ന് പറയുന്നത് അത് പോയിൻ്റ് ചെയ്യുന്ന അഡ്രസ്സിലോട്ടാണ്. ആ അഡ്രസ്സിലിരിക്കുന്ന വാല്യൂ, ദാറ്റ് മീൻസ് നമുക്ക് വേരിയബിളിൻ്റെ വാല്യൂസ് കിട്ടണം. വി യൂസ് ദ സ്റ്റാർ ഓപ്പറേറ്റർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻറ്റ് സ്റ്റാർ പി സി, അതായത് ഒരു പോയിൻ്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു, ഒരു നോർമൽ ഇൻറ്റിജർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ദെൻ 5 എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ ആ സിക്കകത്ത് അസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ സിയുടെ അഡ്രസ്സ് പിയിലോട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ പ്രിൻ്റ് ഓഫ് സ്റ്റാർ പി.
സ്റ്റാർ പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ പി എവിടോട്ടാണോ പോയിൻ്റ് ചെയ്യുന്നത്, പി എവിടോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്, അഡ്രസ് ഓഫ് സിയിലോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്, അഡ്രസ് ഓഫ് സി. ഓക്കെ, അപ്പോൾ സ്റ്റാർ പി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പി എവിടോട്ടാണോ പോയിൻ്റ് ചെയ്യുന്നത് അവിടെ ഇരിക്കുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് അഡ്രസ് ഓഫ് സിയിലോട്ടാണ് സ്റ്റോർ ചെയ്യുമെങ്കിൽ സിയുടെ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5. ഓക്കെ, അപ്പോൾ സ്റ്റാർ പി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് പ്രിൻറ്റ്സ് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ ഹൂസ് അഡ്രസ് ഈസ് സ്റ്റോർഡ് ഇൻ ദ പി, അതായത് സിയുടെ വാല്യൂ 5. ഇനി നമ്മൾ വെറുതെ പി എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്, പിയിൽ നിന്നിരിക്കുന്ന സിയുടെ അഡ്രസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വലിയ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ഒരു പ്രോഗ്രാം നമ്മൾ ലേറ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ ദ അഡ്രസ് ഓഫ് ദ സി ഈസ് അസൈൻ ടു ദ പോയിൻ്റ് പി ആൻഡ് ടു ഗെറ്റ് ദ വാല്യൂ സ്റ്റോർഡ് ഇൻ ദാറ്റ് അഡ്രസ്, ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് ദ സി വി യൂസ് സ്റ്റാർ പി. ഓക്കെ, പോയിൻ്റർ എന്താണ്? പോയിൻ്റർ ഈസ് എ വേരിയബിൾ which stores the address of another variable. Then how to declare a pointer ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി, ഇൻറ്റ് സ്റ്റാർ പോയിൻ്റർ വേരിയബിളിൻ്റെ നെയിം കൊടുത്താൽ മതി. ഇതിനകത്തോട്ട് വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് പോയിൻ്റർ വേരിയബിൾ ഈക്വൽ ടു ആംപർസൻറ്റ് ഓഫ് വേരിയബിൾ എന്ന് പറഞ്ഞ് കൊടുക്കണം. നമ്മൾ ജസ്റ്റ് അഡ്രസ്സ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ആ പോയിൻ്റർ വേരിയബിളിൻ്റെ പേര് മാത്രം മതി. ഇനി അതിനകത്തിരിക്കുന്ന വാല്യൂ അത് എവിടോട്ടാണോ പോയിൻ്റ് ചെയ്യുന്ന ആ അഡ്രസ്സിലിരിക്കുന്ന വാല്യൂ കിട്ടണമെങ്കിൽ സ്റ്റാർ പി എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പോയിൻ്ററിൻ്റെ ഇനിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ പഠിക്കാം. ഫസ്റ്റ് ഹെഡ് ഓഫ് ഫയൽ, ദെൻ n equal to 10, a value 10 is assigned to the integer variable int star p. ഒരു പോയിൻ്റർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ദെൻ ആ പോയിൻ്റർ വേരിയബിളിനകത്തോട്ട് എന്നിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്തു. ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ആദ്യം പ്രിൻറ്റ് ചെയ്യുന്നത് അഡ്രസ് ഓഫ് n എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താ അഡ്രസ്സ് കിട്ടണമെങ്കിൽ ആംപർസൻറ്റ് n എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അഡ്രസ് ഓഫ് n കൊടുത്തപ്പോൾ എന്താ ഒരു അഡ്രസ്സ് നമുക്ക് പ്രിൻ്റായി. ഇനി നെക്സ്റ്റ് വാല്യൂ ഓഫ് n, എൻ്റെ വാല്യൂ എന്താ 10, അത് പ്രിൻ്റായി. ഇനി അഡ്രസ് ഓഫ് പി, അഡ്രസ് ഓഫ് പി ആണ് നമ്മൾ നെക്സ്റ്റ്. അഡ്രസ് ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്താ, ഈ പോയിൻ്റർ വേരിയബിളിൻ്റെ അഡ്രസ്സ്. അപ്പോൾ വേറൊരു അഡ്രസ്സ് കിട്ടി. നെക്സ്റ്റ് വാല്യൂ ഓഫ് പി, പി എന്ന് പറഞ്ഞൊരു പോയിൻ്റർ വേരിയബിളാണ്. അതിനകത്ത് എന്ത് വാല്യൂ ആയിരിക്കുന്നത്, എന്നിൻ്റെ അഡ്രസ്സ്. എന്നിൻ്റെ അഡ്രസ്സ് നമ്മൾ ആദ്യമേ ഒന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു, അതേ സെയിം അഡ്രസ്സ് തന്നെയാണ് വാല്യൂ ഓഫ് പിയിലും കിട്ടിയത്. മനസ്സിലായോ? എന്നിൻ്റെ അഡ്രസ്സ് നമ്മൾ ആദ്യമേ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു, ആ എന്നിൻ്റെ അഡ്രസ്സാണ് പിയിലിരിക്കുന്നത്. സോ വാല്യൂ ഓഫ് പി എന്ന് പറയുന്നത് നമ്മുടെ ആ സെയിം അഡ്രസ്സാണ് കിട്ടുന്നത്. ഇത് രണ്ടും സെയിം. ഇനി വാല്യൂ ഓഫ് സ്റ്റാർ പി, സ്റ്റാർ പിയിലിരിക്കുന്നത് എന്തായിരിക്കും, പി എവിടോട്ടാണോ പോയിൻ്റ് ചെയ്യുന്നത്, പി പോയിൻ്റ് ചെയ്യുന്നത് എന്നിൻ്റെ അഡ്രസ്സിലോട്ടാണ്. ആ അഡ്രസ്സിലിരിക്കുന്ന വാല്യൂ, അതായത് എന്നിലിരിക്കുന്ന വാല്യൂ 10. അപ്പോൾ സ്റ്റാർ പി എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ കിട്ടും. വാല്യൂ ഓഫ് പി എന്ന് പറയുമ്പോൾ എന്നിൻ്റെ അഡ്രസ്സ് കിട്ടും. അഡ്രസ് ഓഫ് പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിൻ്റർ വേരിയബിളിൻ്റെ അഡ്രസ്സിനെയാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോയിൻ്ററിൻ്റെ ഇനിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒരു കാര്യം കൊണ്ടുണ്ട്, നൾ പോയിൻ്റ്. അതായത് നമ്മൾ പറഞ്ഞു പോയിൻ്ററിനകത്തോട്ട് നമ്മളൊരു അഡ്രസ്സ് ആയിരിക്കും അസൈൻ ചെയ്യുന്നത്. സോ ഇൻ കേസ് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഇഫ് ദ മെമ്മറി ലൊക്കേഷൻ ഈസ് നോ ഫ്രീ, മെമ്മറി ലൊക്കേഷനൊന്നും അസൈൻ ചെയ്യാൻ ഫ്രീ ആയിട്ടൊന്നും ഇല്ല. അതായത് നമുക്ക് പോയിൻ്റർ വേരിയബിളിനകത്ത് അസൈൻ ചെയ്യാൻ മെമ്മറി ലൊക്കേഷൻ ഇല്ല. അങ്ങനെ വരുന്ന കേസിൽ എന്ത് ചെയ്യും, അതിനൊരു നൾ വാല്യൂ, നത്തിങ് വാല്യൂ അസൈൻ ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ നൾ പോയിൻ്റർ എന്ന് പറയുന്നത്. അതായത് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാതെ വെറും ബ്ലാങ്ക് വാല്യൂ അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ നൾ പോയിൻ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റാർ പി ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നള്ളെന്ന്, അപ്പോൾ നമ്മളിവിടെ പോയിൻ്റർ ദാറ്റ് ഈസ് നോട്ട് അസൈൻഡ് എനി വാല്യൂ ബട്ട് നൾ ഈസ് നോൺ ആസ് നൾ പോയിൻ്റർ. പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല, പക്ഷെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് എന്താ ഒരു വാല്യൂ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു നൾ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ നൾ പോയിൻ്റർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇഫ് യു ഡോണ്ട് ഹാവ് എനി അഡ്രസ് ടു ബി സ്പെസിഫൈഡ് ഇൻ ദ പോയിൻ്റർ അറ്റ് ദ ടൈം ഓഫ് ഡിക്ലറേഷൻ ടൈമിൽ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ അഡ്രസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു നൾ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. സോ ഇറ്റ് വിൽ പ്രൊവൈഡ് എ ബെറ്റർ അപ്രോച്ച്. ദാറ്റ് ഈസ് ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു നൾ വാല്യൂ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്, ഇതൊരു നൾ പോയിൻ്ററാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പോയിൻ്ററിന് പി എന്ന് തന്നെ കൊടുക്കണമെന്നില്ല, നമുക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും പോയിൻ്ററിന് കൊടുക്കാം. എക്സാമ്പിളിന് പി എന്ന് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, പോയിൻ്ററിൻ്റെ ഇനിഷ്യലായിട്ടുള്ള കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്താണ് പോയിൻ്റർ, ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു, ദെൻ പോയിൻ്റർ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ പോയിൻ്ററിനകത്തോട്ട് വാല്യൂ അസൈൻ ചെയ്ത് എങ്ങനെയാണ് ആംപർസൻറ്റ് യൂസ് ചെയ്യണം, ദെൻ പോയിൻ്ററിനകത്തിരിക്കുന്ന ആ അഡ്രസ്സ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യും, ജസ്റ്റ് നമ്മുടെ പോയിൻ്റർ വേരിയബിളിൻ്റെ മെയിൻ മാത്രം കൊടുത്താൽ മതി. സ്റ്റാർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്രസ്സിനകത്ത് നിൽക്കുന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നത്, അഡ്രസ്സിനകത്തുള്ള വാല്യൂ. അത് നമുക്കൊരു വേരിയബിൾ
പോയിൻ്റർ വേരിയബിൾ ആണോ നോർമൽ വേരിയബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ, പോയിൻ്റർ വേരിയബിൾ ആണെങ്കിൽ നമ്മളൊരു സ്റ്റാർ സിമ്പിളും കൊടുക്കും. ആ സിമ്പിളിനെ നമ്മൾ ആസ്റ്ററിസ്ക് സിമ്പിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ പ്രോഗ്രാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. പോയിൻ്ററിനെ പറ്റി ബ്രീഫായിട്ട് ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയേക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക. ഈ പോയിൻ്റർ കൺസെപ്റ്റ് മനസ്സിലായാൽ നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.